ഹലോ അസ്സാം വലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് മാംഗോ പുഡിങ്ങാണ്. നല്ല ഈസി ആയിട്ട് നമുക്ക് 3 മിനിറ്റിലൊക്കെ അടിപൊളി മാംഗോ പുഡിംഗ് ആക്കി കൊടുക്കാം. വെക്കേഷനും നല്ല ചൂടൊക്കെ ആയപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കുട്ടികളൊന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി മാംഗോ പുഡിംഗ് റെസിപ്പി ഒന്ന് കാണിച്ചു തരാം. വളരെ ഈസി ആയിട്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, മാംഗോയും മിൽക്കും വെച്ചിട്ടാണ് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു പുഡിംഗ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടിക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ഫ്രൂട്ട്സ് വെച്ചിട്ട് പുഡിംഗ്സ് ഒക്കെ ആക്കി കൊടുക്കും. കുട്ടിക്കും ഒരു വെറൈറ്റി ആയിട്ട് അങ്ങനെ കഴിക്കുക ചെയ്യും. കുട്ടികൾ നല്ല ആസ്വദിച്ച് കഴിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മാംഗോൻ്റെ പൾപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ്, വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എങ്ങനെ ആക്കേണ്ടത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നല്ല പഴുത്ത ഒരു മാങ്ങ എടുക്കുക, അതിൻ്റെ തൊലി കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് നമുക്കതിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഫ്ലെയിമിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിലായിക്കാനും നമുക്കത് മാറ്റി വേറൊരു പാത്രത്തിലിട്ടതിന് ശേഷം ആ സെയിം പാത്രത്തിൽ തന്നെ നമുക്കൊരു പാക്കറ്റ് പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. ആവശ്യത്തിന് ഷുഗർ ഇടാൻ മറക്കണം കേട്ടോ. ഷുഗറും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചൈന ഗ്രാസ് ഇങ്ങനെ നല്ല തണുത്ത വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് 2 മാങ്ങ നമ്മൾ മിക്സിയിൽ നല്ല ജ്യൂസി പരത്തിലൊന്ന് മിക്സാക്കി വെച്ചതുണ്ട്. പിന്നെ നമ്മൾ നേരെ തയ്യാറാക്കിയ മാംഗോ പൾപ്പുണ്ട്. പിന്നെ തണുത്ത വെള്ളത്തിൽ കുതിർത്തി വെച്ച ചൈന ഗ്രാസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഷുഗർ ഇട്ടത്. അപ്പോൾ ഷുഗറും ഇട്ടിട്ട് പാൽ നല്ലോണം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ പാൽ നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം നല്ല ലോ ഫ്ലെയിം ആക്കിയിട്ട് നമ്മൾ കുതിർക്കാൻ വെച്ച ചൈന ഗ്രാസ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം മെൽട്ടാകുന്ന വരെ ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മെൽട്ടായതിന് ശേഷം നമുക്ക് ജ്യൂസ് ചെയ്ത് വെച്ച മാംഗോൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാംഗോ ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മളെ പുഡിംഗ് ട്രേയിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ടോപ്പിലേക്ക് നമുക്ക് മാംഗോ പൾപ്പ് നേരത്തെ റെഡിയാക്കി വെച്ച് മാംഗോ പൾപ്പും കൂടി കൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഈ ഒരു പരുവത്തിൽ എടുത്ത് നല്ല തണുപ്പോട് തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന മാംഗോ പുഡിംഗ് റെഡി.